സാന്ത്വനത്തിൽ ഇനി അടുത്തതായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കുമ്പോൾ അച്യുതൻ തുടങ്ങി കൊടുക്കുന്ന കട ധർമ്മൻ തുറന്ന് ഉദ്ഘാടനം ചെയ്യാനാണ് പോകുന്നത്. ഇപ്പൊ കുറച്ച് എപ്പിസോഡുകളായിട്ട് വെറും ഈ ദേവിയുടെ കണ്ണീരും ആനന്ദിന്റെ ദേഷ്യവും ഗോമതിയുടെ അനാവശ്യമായിട്ടുള്ള ദേഷ്യവും ഉദയഭാനുവിന്റെ ശ്രീകലയുടെ വെറുപ്പിക്കലുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അത് മാത്രം കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ എന്തായാലും ശ്രീകല ഒരാഴ്ചത്തെ സമയം കൊടുത്തിട്ടുണ്ട് ദേവമംഗലംകാർക്ക്. അപ്പൊ പിന്നെ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ദേവിയുടെയും ആനന്ദിന്റെയും കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് വരാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ കാര്യത്തിൽ ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ട് ആ ഗ്യാപ്പിൽ നമ്മുടെ അച്യുതന്റെയും ധർമ്മന്റെയും കഥയാണ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത്. ഈ ഒരാഴ്ചക്കുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ദേവി ഇടയ്ക്കിടയ്ക്ക് ബാലന്റെ കാല് പിടിക്കാൻ പോവുക, ആനന്ദിന്റെ കാല് പിടിക്കാൻ പോവുക, ഗോമതിയുടെ കാല് പിടിക്കാൻ പോവുക, പാവം തോന്നിയിട്ട് മീനു സഹായത്തിനും സമാധാനിപ്പിക്കാനും ഒക്കെ ആയിട്ട് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ മെയിൻ ആയിട്ട് ധർമ്മന്റെ കാര്യമായിരിക്കും ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് അല്ലേ. അപ്പൊ ധർമ്മൻ ഇപ്പൊ ഒരു സൈഡിൽ ഇങ്ങനെ കുറച്ചായിട്ട് മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്, ബാലനോടുള്ള ദേഷ്യമൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് അച്യുതനെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോ അധികം വൈകാൻ പാടില്ല, എത്രയും പെട്ടെന്ന് ഇല്ലാത്ത കാശ് ഉണ്ടാക്കിയിട്ടാണെങ്കിലും ഇവനൊരു ബിസിനസ് തുടങ്ങി കൊടുത്ത് ഇവനെ ഇവിടെ തന്നെ നിർത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ പിന്നെ അവൻ മനസ്സ് മാറി ആ ദേവമംഗലത്തേക്ക് ചായും. ഏട്ടന്മാരെക്കാൾ ഭേദമാണ് അളിയൻ എന്ന് പറഞ്ഞ് തിരിച്ചങ്ങോട്ട് തന്നെ പോയി കഴിഞ്ഞാൽ അത് ഇവർക്ക് വലിയൊരു നാണക്കേടാവും. അപ്പൊ അതൊരിക്കലും സംഭവിക്കരുത് എന്നും പറഞ്ഞ് ധർമ്മനെ ഇവിടെ തന്നെ ലോക്ക് ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് ധർമ്മൻ ഒരു ബിസിനസ് തുടങ്ങി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലിരിക്കുകയാണ് അച്യുതൻ. അപ്പൊ തമിഴിലെ പാണ്ഡ്യൻ സ്റ്റോഴ്സിലാണെങ്കിൽ ഇപ്പോൾ ഈ കട തുടങ്ങുന്നതോടുകൂടി ധർമ്മൻ സ്വന്തം ബിസിനസ്സും സ്വന്തം ജീവിതവും ഒക്കെ നോക്കി ഹാപ്പി ആയിട്ട് കൃഷ്ണമംഗലത്ത് തന്നെ സെറ്റിൽ ആയിരിക്കുകയാണ്. ശരിക്കും അതാണ് നല്ലത് അല്ലേ. ഒരു അളിയൻ എന്നുള്ള ഒരു ബന്ധത്തിന്റെ പേരിൽ വേറൊരാളുടെ വീട്ടിൽ കയറി താമസിച്ചു ഒരു അവകാശവും ഇല്ലാതെ താമസിക്കുന്നതിനേക്കാൾ ഭേദം സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കുന്നതാണല്ലോ. പിന്നെ സ്വാതന്ത്ര്യമൊക്കെ സ്വന്തമായിട്ട് നേടിയെടുക്കുകയാണ് വേണ്ടതല്ലേ. വലിഞ്ഞു കയറി വന്നതൊന്നും അല്ലല്ലോ. ചെറുപ്പത്തിൽ അറിവില്ലാത്ത പ്രായത്തിൽ ഇറങ്ങിപ്പോയി എന്ന് വെച്ചിട്ട് കൃഷ്ണമംഗലത്ത് ധർമ്മന് യാതൊരു അവകാശവും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അനന്തന്റെയും അച്യുതന്റെയും മാത്രം വീടല്ല, ധർമ്മന്റെയും കൂടെ വീടാണ്. അപ്പൊ പിന്നെ ഇവിടെ സ്വാതന്ത്ര്യം ഇല്ല എന്നൊരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത് സ്വന്തം സാമർത്ഥ്യം കൊണ്ട് നേടിയെടുക്കുകയാണ് വേണ്ടത്. അച്യുതനാണെങ്കിൽ ധർമ്മന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നത് ധർമ്മനെ ഇവിടെ തന്നെ നിർത്തണം എന്നുള്ള ആവശ്യം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടല്ല, അതിലൂടെ ബാലന് ഒരു പണി കൊടുക്കണം എന്നും കൂടെ ഒരു ഉദ്ദേശം അച്യുതനുണ്ട്. അപ്പൊ സുകന്യക്കാണെങ്കിൽ നന്ദി പറയാൻ വാക്കുകളില്ല. സുകന്യക്ക് ഇപ്പോൾ കടയോ ബിസിനസ്സോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, തിരിച്ച് ആ ദേവമംഗലത്തേക്ക് തിരിച്ചു പോവാതെ ഇവിടെ തന്നെ താമസിച്ചാൽ മാത്രം മതി. അതേപോലെ ഈ ഉദയഭാനു ഫ്രോഡാണെന്ന് അറിഞ്ഞ ശേഷം എൻ്റെ 10 ലക്ഷം രൂപ തട്ടിച്ചവനാണ് ആ ദുഷ്ടൻ എന്നുള്ള കാര്യം സുകന്യ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. മറ്റുള്ളവരോട് പറയാത്തത് പോട്ടെ, പക്ഷെ ഉദയഭാനുവിനോട് പേഴ്സണലായിട്ട് പോയിട്ട് എൻ്റെ 10 ലക്ഷം രൂപ മര്യാദയ്ക്ക് തിരിച്ചു തന്നോ എന്ന് ചോദിക്കെങ്കിലും ചെയ്യായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അതുപോലും ഉണ്ടായിട്ടില്ല. എന്തായാലും 10 ലക്ഷം രൂപയുടെ കാര്യമൊക്കെ സുകന്യ മറന്നുപോയതാണോ ഡയറക്ടർ മറന്നുപോയതാണോ എന്നൊന്നും അറിയില്ല. അതെന്തായാലും ഇതുവരെ കാണിച്ചിട്ടില്ല. അതൊരു സൈഡിൽ ഇരിക്കുമ്പോൾ ഇപ്പോൾ അടുത്തതായിട്ട് എന്തായാലും സുകന്യ പ്രതീക്ഷിച്ചതുപോലെ സ്വപ്നം കണ്ടതുപോലെ ധർമ്മൻ കട തുറക്കാൻ പോവാണ്. അധികം വൈകാതെ അച്യുതൻ വീട്ടിൽ വന്നിട്ട് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, ധർമ്മന്റെ കട എല്ലാം സെറ്റ് ആയിരിക്കുകയാണ്, ഇനിയിപ്പോൾ കട ഉദ്ഘാടനം ചെയ്താൽ മാത്രം മതി എന്നൊക്കെ പറയുമ്പോൾ ധർമ്മൻ അച്യുതനോട് പറയാൻ പോവാണ്, ഏട്ടാ ഞാൻ വീണ്ടും പറയുന്നു, എനിക്കിതിലൊന്നും യാതൊരു താല്പര്യമില്ല, എനിക്ക് കടയും ബിസിനസ് ഒന്നും വേണ്ട, ഏട്ടന്മാരുടെ കമ്പനികളൊക്കെ ഉണ്ടല്ലോ അതിലെന്തെങ്കിലും ഒരു ജോലി തന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് അച്യുതൻ വീണ്ടും ധർമ്മനെ നിർബന്ധിക്കാൻ പോവാണ്. കൂടെ തന്നെ ധർമ്മന്റെ അമ്മയുണ്ടല്ലോ ഇന്ദിരാമ്മ ധർമ്മനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോവാണ്. എടാ ധർമ്മ, നീ തന്നെ ആലോചിച്ച് നോക്ക്, ഇത്രയും കാലം നീ ഗോമതി സ്റ്റോറിൽ ജോലി ചെയ്തു, ബാലന്റെ സ്നേഹവും ഗോമതിയുടെ സ്നേഹവും ഒന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, നീ അവിടെ ജോലി ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു ശമ്പളം പോലും ഇല്ലാതെ ഇപ്പൊ നിനക്ക് അതും ഇല്ലാതായി. നിന്റെ ഏട്ടന്മാർ ഇവിടെ എത്രയോ ബിസിനസ്സുകളൊക്കെ നോക്കി നടത്തുന്നു, അപ്പൊ നീ അതിന്റെ കീഴിൽ ഒരു ജോലിക്കാരനായിട്ട് നിൽക്കുന്നതിലും ഭേദം നിനക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഉള്ളതല്ലേ. ഇതുവരെ നീ ഗോമതി സ്റ്റോറിൽ ജോലി ചെയ്തു, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, പക്ഷെ ഇപ്പോ ആദ്യത്തെ പോലെയല്ല, നിനക്കൊരു ഭാര്യയുണ്ട്, നിനക്കൊരു ജീവിതമുണ്ട്, നിന്റെ കുടുംബം നിനക്ക് നോക്കണ്ടേ, അതിന് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്താലേ പറ്റുള്ളൂ മോനെ. സുകന്യക്കും അതായിരിക്കും സന്തോഷം, നീ അവളുടെ കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക് മോനെ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നത് കൊണ്ട് ധർമ്മൻ അവസാനം അമ്മയൊക്കെ ഇത്രയും പറയുന്നതല്ലേ എന്നൊക്കെ വിചാരിച്ച് കട നടത്താൻ സമ്മതിക്കാൻ പോവാണ്. പക്ഷെ അതിനുശേഷം ദേവമംഗലത്ത് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പോകുന്നുണ്ട്. മക്കൾ ആരെങ്കിലും വന്ന് പറയായിരിക്കും, അച്ഛൻ വല്ലതും അറിഞ്ഞോ, നമ്മുടെ മാമൻ പുതിയ കട തുടങ്ങാൻ പോവാണ് അത്രേ, മിത്രയുടെ ചെറിയച്ഛനാണ് മാമന് കടയിട്ട് കൊടുത്തത്, മാമൻ ഇനി മുതൽ ആ കട നടത്താൻ പോവാണ് അത്രേ, മാമൻ ഇപ്പൊ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ പോവാ, അതോർത്ത് നമുക്ക് സന്തോഷിക്കാം, പക്ഷെ ഇതിലൂടെ എന്നേക്കുമായിട്ട് മാമൻ നമ്മളെ വിട്ട് പിരിയുന്നത് പോലെ ആവുമോ അച്ഛാ എന്നൊക്കെ ആകാശോ ആര്യനോ ആരെങ്കിലും വന്ന് ബാലനോട് പറയുമ്പോൾ എല്ലാവരും കൂടെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടുത്തെ കടയെ നോക്കി അവിടെ തന്നെ ധർമ്മൻ സെറ്റിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് വരാതെയാവോ,
അവൻ നമ്മളെ വിട്ട് പോവോ എന്നൊക്കെ ആലോചിച്ച് ഗോമതിയും ബാലനും എല്ലാവരും ഒന്ന് പേടിക്കുമെങ്കിലും ഒരു വശത്ത് ധർമ്മന് നല്ലത് വരട്ടെ, അവൻ സ്വന്തമായിട്ട് കടയൊക്കെ നോക്കി നടത്തി സ്വന്തം ജീവിതം നോക്കി സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നൊക്കെ ആശംസിക്കാനും പോകുന്നുണ്ട്. പക്ഷേ ധർമ്മനോട് നേരിട്ട് പോയി സംസാരിക്കാൻ കഴിയില്ല. സംസാരിക്കാൻ പോയാലും ധർമ്മൻ തിരിച്ച് നല്ലതുപോലെ സംസാരിക്കുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ പിന്നെ എന്തായാലും ആരും ധർമ്മനോടൊന്നും ചോദിക്കാനോ പറയാനോ ഒന്നും പോകുന്നില്ല. അവസാനം കട ഉദ്ഘാടനത്തിനായിട്ട് ധർമ്മനെ എല്ലാവരും കൂടി ചേർന്ന് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ധർമ്മൻ ദേവമംഗലത്ത് പോയി ഈ കാര്യമൊക്കെ ഒന്ന് പറയണമെന്ന് ധർമ്മന് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ ഇത്രയും കാലം അവിടെയാണല്ലോ വളർന്നത്. അപ്പൊ പിന്നെ ജീവിതത്തിൽ ഒരു അടുത്ത സ്റ്റേജിലേക്ക് ഉയർന്നു പോകുമ്പോൾ അവരോട് പറയണം, അവരുടെ അനുഗ്രഹം വാങ്ങിക്കണം എന്നൊക്കെ ധർമ്മന് വല്ലാത്ത ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇവിടെ നിന്ന് ആരും ധർമ്മനെ അങ്ങോട്ട് പറഞ്ഞു വിടില്ല കേട്ടോ. അങ്ങനെ കട ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ പോലും ബാലനെയോ ഗോമതിയോ കാണാനോ അനുഗ്രഹം വാങ്ങാനോ ഒന്നും കഴിയാതെ വിഷമത്തോടു കൂടി ധർമ്മൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. എന്നിട്ട് അവസാനം കടയിലേക്ക് പോയി നോക്കുമ്പോഴായിരിക്കും മനസ്സിലാവുക ഗോമതി സ്റ്റോറിന്റെ അടുത്ത് തന്നെ ആയിരിക്കും ധർമ്മന്റെ പുതിയ പലചരക്ക് കട. അത് കാണുമ്പോൾ ശരിക്കും ധർമ്മൻ ഷോക്ക് ആവാൻ പോകുന്നുണ്ട്. അതോടുകൂടി ഈ കട ഗോമതി സ്റ്റോറിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഗോമതി സ്റ്റോറിന്റെ കച്ചവടത്തിനെ ഇത് ബാധിക്കുമോ, ഗോമതി സ്റ്റോറിനും ബാലനും എല്ലാവർക്കും അത് ദോഷം ചെയ്യുമല്ലോ എന്നൊക്കെ ആലോചിച്ച് ധർമ്മൻ ഓടിപ്പോയി ബാലനോട് മാപ്പ് പറയാനൊക്കെ പോകുന്നുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കട ഈ സ്ഥലത്താണ് ഇരിക്കുന്നതെന്ന്. അച്ചുവേട്ടൻ ഇതുവരെ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്. അളിയൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പോയി പറയുമ്പോൾ ബാലൻ വിശ്വസിക്കാൻ പോകുന്നില്ല. നീ ചതിയനാണ്, എന്നോടുള്ള ദേഷ്യം തീർക്കാൻ നീ മനഃപൂർവ്വം ചെയ്തതാണ്. ഒരു നിമിഷം ആ പണത്തിന്റെ കാര്യത്തിൽ നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിന്റെ ദേഷ്യം നീ ഇങ്ങനെയൊക്കെ എന്നോട് തീർക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ബാലൻ ശരിക്കും ധർമ്മനെ വെറുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അതോടുകൂടി ധർമ്മൻ എന്ത് തോന്നും, ആദ്യം പണം കാണാതായപ്പോൾ കള്ളനെന്ന് വിളിച്ചു. ഇപ്പോൾ വേറെ ആരോ ചെയ്ത തെറ്റിന്റെ പേരിൽ, അതായത് അച്യുതൻ ചെയ്ത ഒരു ചതിയുടെ പേരിൽ ധർമ്മനെ ഇവര് ഒട്ടും ധർമ്മൻ പറയുന്നത് ഒന്നും വിശ്വസിക്കാതെ വിശ്വാസവഞ്ചകനാക്കി ചതിയനാക്കി ഇനി നീയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് അത്രയും വെറുത്ത് ധർമ്മനെ അവിടെ നിറക്കി വിടുകയൊക്കെ ചെയ്യുമ്പോൾ ധർമ്മനും ഒരുപാട് വിഷമമാവും. കൂടെ സുകന്യ ധർമ്മനോട് പറയാൻ പോകുന്നുണ്ട്, ഇപ്പൊ കണ്ടില്ലേ ആദ്യം നിങ്ങളെ കള്ളനാക്കിയില്ലേ, അതേപോലെ ഇപ്പൊ ചതിയനും വഞ്ചകനും ഒക്കെ ആക്കി. ഒരു കാലത്തും ആ വീട്ടിലുള്ളവര് നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എത്ര കരഞ്ഞ് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാലും ശരി, എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞാലും ശരി, അവര് നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല. അതാണ് ആ വീട്ടുകാർക്ക് നിങ്ങളോടുള്ള സ്നേഹം. ഇപ്പോഴെങ്കിലും ഇതൊന്നും മനസ്സിലാക്ക് എന്നൊക്കെ പറയുന്നതോടുകൂടി ധർമ്മൻ മനസ്സ് മാറി. ഇനി ആ വീട്ടുകാരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, എൻ്റെ വീട് കൃഷ്ണമംഗലമാണ്, ഞാൻ ഇനി ഇവിടെ താമസിക്കുള്ളൂ എന്നൊക്കെ തീരുമാനം എടുത്ത് ബാലനുമായിട്ട് ശരിക്കും പിരിയാൻ പോവാണ്. പിന്നീടായിരിക്കും പതുക്കെ പതുക്കെ ധർമ്മന്റെ തെറ്റ് ഇതിലൊന്നുമില്ല, കംപ്ലീറ്റ് ആയിട്ട് ഇത് അച്യുതൻ ചെയ്തു വെച്ച ഒരു പണിയാണ്. ബാലന് പണി കൊടുക്കാൻ അച്യുതൻ ധർമ്മനെ യൂസ് ചെയ്തതാണെന്നുള്ള കാര്യങ്ങളൊക്കെ ബാലനും മക്കളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ പതുക്കെ മാമനോടുള്ള തെറ്റിദ്ധാരണകളൊക്കെ എല്ലാവർക്കും മാറാൻ പോവാണ്. പക്ഷെ അതിനുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. മാമനും മക്കളും ഇതുവരെ ഒരു ഫ്രണ്ട്സ് പോലെ ഇരുന്നതാണല്ലോ ഇവരെല്ലാവരും കൂടെ. ഇവരെ പിരിയാൻ പോകുന്നുണ്ട്. ആനന്ദും ആകാശും ആര്യനും എല്ലാവരും മാമനെ വെറുക്കാൻ പോകുന്നുണ്ട്. ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് മാമനെ വഴക്ക് പറയാനൊക്കെ പോകുന്നുണ്ട്. മാമൻ തിരിച്ച് നിങ്ങളുമായിട്ടും എനിക്ക് യാതൊരു ബന്ധവും വേണ്ട എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് പറഞ്ഞ് ഇവരെ വേദനിപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പം ഇതൊക്കെ കാണാനാണോ നിങ്ങൾക്ക് ഇഷ്ടം, ദേവിയുടെ കഥ കാണാനാണോ ഇഷ്ടം എന്നൊക്കെ പറയൂട്ടോ. കൂടെ തന്നെ ധർമ്മൻ കൃഷ്ണമംഗലത്ത് താമസിക്കുന്നതാണ് ശരിയെന്ന് തോന്നുന്നുണ്ടോ, അതോ ദേവമംഗലത്തേക്ക് തിരിച്ചു പോകണം എന്നൊക്കെ തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയൂട്ടോ. താങ്ക് യു, ബൈ.